അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാ വൽഹംദുലില്ലാ. സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഉമ്മമാരെ, ഉപ്പമാരെ, അള്ളാഹു നമ്മുടെ മജ്‌ലിസിനെ സ്വീകരിക്കുമാറാവട്ടെ. പരിപാവനമായ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ 14-ാമത്തെ രാവിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു. നാളെ 14-ാമത്തെ പകലാണ്. അൽഹംദുലില്ലാ, നമ്മൾ ചെയ്തിട്ടുള്ള മുഴുവൻ സൽക്കർമ്മങ്ങളും അല്ലാഹു തആല വലിയ രൂപത്തിൽ നമുക്ക് ഖബറിലേക്കും നാളെ മഹ്ശറയിൽ നമ്മൾ മീസാൻ എന്ന തുലാസിൽ നന്മയും തിന്മയൊക്കെ തൂക്കുന്ന സമയത്ത് നമുക്ക് നന്മയുടെ തട്ട് ഭാരം കൊണ്ട് തൂങ്ങുന്ന വലിയൊരു അമലായി നമ്മുടെ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മൾ ചെയ്ത മൗലിദും നമ്മുടെ സ്വലാത്തും മറ്റ് ദിക്റിൻ്റെ സ്വലാത്തിൻ്റെ നമ്മുടെ മറ്റ് സൽക്കർമ്മങ്ങളെല്ലാം അല്ലാഹു തആല കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇതിപ്പോൾ ഓണത്തിൻ്റെ വെക്കേഷനിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. നമ്മുടെ മക്കളൊക്കെ ചിലപ്പോൾ പല സ്ഥലങ്ങളിലും ടൂർ പോയിട്ടുണ്ടാകും. അതുപോലെ തന്നെ നമ്മളൊക്കെ മിത്രാദികളുടെ വീട്ടിലായി, ഇപ്പോൾ മദ്രസയും അവധിയാണല്ലോ. അപ്പോൾ നമ്മുടെ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു അവസരം നമ്മുടെ ബന്ധങ്ങൾ ചേർക്കാൻ, നമ്മുടെ കുടുംബ ബന്ധം, നമ്മുടെ സുഹൃത്ത് ബന്ധം, ആ ബന്ധങ്ങളൊക്കെ ചേർത്ത് നല്ല ഒരു പുതിയ ജീവിതം അല്ലെ, റബീഉൽ അവ്വൽ കഴിഞ്ഞു, മൗലൂദൊക്കെ കഴിഞ്ഞ് അല്ലെ, അതുമായി ബന്ധപ്പെട്ട ആഘോഷ പരിപാടികളൊക്കെ നമ്മൾ നടത്തി അൽഹംദുലില്ലാ പുതിയൊരു ജീവിതത്തിലേക്ക് നമ്മളിതാ പ്രവേശിച്ചിരിക്കുകയാണ്. അല്ലാഹു തആല നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കട്ടെ. ഇനിയും ഒരുപാട് കണ്ട് നബിതങ്ങളെ വാഴ്ത്താനും പുകഴ്ത്താനും മൗലിദോദാനും അതുപോലെ തന്നെ സ്വലാത്തുകൾ പറയാനൊക്കെ അല്ലാഹു തൗഫീക്ക് തരുമാറാവട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയുള്ള നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ നന്മയും ഖൈറും ഒക്കെ ഉണ്ടാവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില ദിക്റുകളും പറയേണ്ട ചില അദ്കാറുകളും അതുപോലെ തന്നെ അല്ലാഹുവിൻ്റെ ഇസ്മുകളൊക്കെയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. നമ്മൾ ദിക്റിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ്, ദിക്റിൻ്റെ മജ്‌ലിസ് തുടങ്ങുന്നതിന് മുമ്പ് മങ്കൂസ് മൗലിദിൻ്റെ 2-ാമത്തെ ബൈത്ത് ഇൻഷാ അല്ലാഹ്, ആ 2-ാമത്തെ ബൈത്ത് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചൊന്ന് ചൊല്ലി ഒരു 3-4 മിനിറ്റേ വരുള്ളൂ. അത് ചൊല്ലിയിട്ട് നമുക്ക് ബാക്കി ദിക്റിലേക്ക് കടക്കാം. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. മുത്ത് റസൂലിൻ്റെ ആ ബറക്കത്ത് നമുക്ക് എല്ലാവർക്കും അല്ലാഹു നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി വുലിദൽ ഹബീബു സയ്യിദുൽ മുതഅബ്ബിദു വന്നൂറു മിൻ വജനാതിഹി യതവക്കദു യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി ജിബ്രീലു നാദാ ഫീ മനസ്വതി ഹുസ്നിഹി ഹാദാ മലീഹുൽ കൗനി ഹാദാ അഹ്മദു യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി ഹാദാ കഹീലു തുർഫി ഹാദൽ മുസ്തഫാ ഹാദാ ജസീലുൽ വസ്ഫി ഹാദാ സയ്യിദു യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി ഹാദാ ജമീലുൻ നഅതി ഹാദൽ മുർതളാ ഹാദാ മലീഹുൽ വജ്ഹി ഹാദൽ ഔഹദു യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി ഹാദല്ലദീ ഖുലിഅത് അലൈഹി മലാബിസു വനഫായിസും ഫനളീറുഹു ലാ യൂജദു യാ റബ്ബി
صل على النبي محمد منجي الخلائق من جهنم في غدي قالت ملائكة السماء بيسرهم ولد الحبيب ومثله لا يولد يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي بشرى لأمته برؤية وجهه هذا هو الجاه العظيم الأزيد يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي ولدته مختونا ومكحولا كما قد جاء في خبر الصحيح المسند يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي صلى عليك الله يا علم الهدى ما ناحى طير في الغصون يغرد يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي അൽഹംദുലില്ലാ അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നമുക്കിനി ദുആ ചെയ്യുന്നതിന് മുമ്പ് ഇത് റബീഉൽ അവ്വൽ മാസമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ കുറച്ച് സ്വലാത്ത് നമ്മൾ സാധാരണ ചൊല്ലുന്ന കുറച്ച് സ്വലാത്ത് ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് അതുപോലെ തന്നെ കുറച്ച് ദിക്ർ നമ്മൾ ചൊല്ലുന്ന സാധാരണ ദിക്ർ ആ ദിക്റും ഇച്ചിരി സ്വലാത്തും ചൊല്ലി നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. അല്ലാഹു തആല നമ്മുടെ മജ്ലിസിനെ പരിപൂർണമായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ സ്ഥിരമായി ചൊല്ലിക്കൊണ്ടിരുന്ന ഒരു സ്വലാത്തുണ്ട്. ആ സ്വലാത്ത് വലിയ ശ്രേഷ്ഠതയുള്ള സ്വലാത്താണ്. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി കിട്ടാനും നമ്മുടെ പ്രതിസന്ധികളൊക്കെ മാറാനും നമ്മുടെ ഹൃദയം പ്രകാശിക്കാനും ഈമാൻ അധികരിക്കാനും ഒക്കെ ഈ സ്വലാത്ത് കാരണമാണ്. ചൊല്ലിയാലോ? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നൂറിൽ അൻവാർ വസിറിൽ അസ്റാർ വസയ്യിദിൽ അബ്റാർ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നൂറിൽ അൻവാർ വസിറിൽ അസ്റാർ വസയ്യിദിൽ അബ്റാർ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നൂറിൽ അൻവാർ വസിറിൽ അസ്റാർ വസയ്യിദിൽ അബ്റാർ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ نور الأنوار وسر الأسرار وسيد الأبرار. اللهم صل على سيدنا محمد نور الأنوار وسر الأسرار وسيد الأبرار. اللهم صل على سيدنا محمد نور الأنوار وسر الأسرار وسيد الأبرار. اللهم صل على سيدنا محمد نور الأنوار وسر الأسرار وسيد الأبرار. اللهم صل على سيدنا محمد نور الأنوار وسر الأسرار وسيد الأبرار. اللهم صل على سيدنا محمد نور الأنوار وسر الأسرار وسيد الأبرار. اللهم صل على سيدنا محمد نور الأنوار وسر الأسرار وسيد الأبرار. اللهم صل على سيدنا محمد نور الأنوار وسر الأسرار وسيد الأبرار. اللهم صل على سيدنا محمد نور الأنوار وسر الأسرار وسيد الأبرار. اللهم صل على سيدنا محمد نور الأنوار وسر الأسرار وسيد الأبرار. اللهم صل على سيدنا محمد نور الأنوار وسر الأسرار وسيد
الأبرار اللهم صل على سيدنا محمد نور الأنوار وسر الأسرار وسيد الأبرار اللهم صل على سيدنا محمد نور الأنوار وسر الأسرار وسيد الأبرار اللهم صل على سيدنا محمد نور الأنوار وسر الأسرار وسيد الأبرار اللهم صل على سيدنا محمد نور الأنوار وسر الأسرار وسيد الأبرار اللهم صل على سيدنا محمد نور الأنوار وسر الأسرار وسيد الأبرار സ്വലാത്തുൽ ഫാത്തിമി നമ്മളൊക്കെ ചൊല്ലുന്നതാണ്. വളരെ കുഞ്ഞു സ്വലാത്താൻ. ഫാത്തിമ ബീവിയൊക്കെ സ്ഥിരമായി ചൊല്ലുന്ന സ്വലാത്താൻ. ചൊല്ലിയാലോ? ഒന്നിച്ചു ചൊല്ലിക്കോ. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലിഹി 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 അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി وأهله اللهم صل على النور 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 وأهله അദദു സ്വലാത്ത് നമ്മൾ ചൊല്ലാറുണ്ട് അല്ലേ? പരിശുദ്ധമായ ഈ റബീഉൽ അവ്വൽ മാസത്തിലെ ഒരു പ്രാവശ്യം ചൊല്ലിയാൽ നിരവധി പ്രാവശ്യം, അതായത് 5 ലക്ഷവും 6 ലക്ഷവും ഒക്കെയാണ് اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله
اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله إن شاء الله إننا നമുക്ക് കുറച്ച് ദിക്റും കൂടി ചൊല്ലാം അല്ലേ ദിക്റും ചൊല്ലിയിട്ട് സ്വലാത്തും ചൊല്ലി ഇനി നമ്മൾ ദുആ രക്കുമ്പോൾ എന്തിനാണ് അല്ലാഹു തആല ദുആ സ്വീകരിക്കാതിരിക്കുന്നത് അല്ലേ എന്തായാലും റബ്ബ് സ്വീകരിക്കും അപ്പോൾ ഇൻഷാ അല്ലാഹ് കുറച്ച് ദിക്റുകൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് ദുആ രക്കാം അപ്പോൾ ഇൻഷാ അല്ലാഹ് ചൊല്ലിക്കോ നാവ് കൊണ്ട് പറയാൻ വളരെ എളുപ്പമുള്ളതും അല്ലാഹുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതും മീസാൻ എന്ന തുലാസിൽ ഭാരം തൂങ്ങുന്നതുമായ ഒരു ദിക്ർ പറഞ്ഞാലോ ഒന്നിച്ചു പറഞ്ഞു സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്
ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ വല്ലുമ്മമാര് വല്ലുപ്പമാരൊക്കെ അവർ സ്വന്തമായി പറയുകയും മക്കളെ കൊണ്ട്, കൊച്ചുമക്കളെ കൊണ്ട്, പേരക്കുട്ടികളെ കൊണ്ട് അവർ പറയിപ്പിക്കുകയും ചെയ്തിരുന്ന ദിക്റാണ്. അതെന്താ പറയാ, അതൊരു അള്ളാഹുവിലേക്ക് ലയിച്ചു ചേരുന്ന ഒരു വാചകമാണ്. നമുക്കൊന്ന് പറഞ്ഞാലോ? എല്ലാവരും പറഞ്ഞോട്ടോ. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ്
നൂറ് മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറ് മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ ഈ ചൊല്ലിയതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകളോ എന്തെങ്കിലും അക്ഷര പിശകുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും അർത്ഥത്തിൽ വ്യത്യാസം വരുന്ന തരത്തിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ എല്ലാം അള്ളാഹു കരുണാവാരിധിയാൻ പടച്ചവൻ പുറത്തു തന്ന് നമ്മുടെ മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും പടച്ചവൻ ഹാസിലാക്കി തരുമാറാവട്ടെ. എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തആല മാറ്റി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ മജ്ലിസിൽ പ്രത്യേകം ഉസ്താദ് ദുആ ചെയ്യണമെന്ന് നിരവധി പേര് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആരക്കും. അല്ലാഹു തആല നമ്മുടെ ദുആയിൻ്റെ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ, ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് കടക്കുകയാണ്. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. لا إله إلا أنت سبحانك إني كنت من الظالمين. أرحم الراحمين يا الله. രാജാതിരാജനായ റഹ്മാനെ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ, തട്ടിക്കളയല്ലേ അല്ലാ. അല്ലാഹുവേ, ഒരുപാട് ജീവിതത്തിൽ അബദ്ധങ്ങൾ പറ്റിയവരാണ്, ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്. എല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ച് വീണ്ടും വീണ്ടും തെറ്റുകൾ ചെയ്ത് അല്ലാഹുവേ നിന്നെ പറ്റിക്കുന്ന അവസ്ഥ പോലും ഞങ്ങൾക്കുണ്ട്. നീ പുറത്തു തരണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. ഈ സദസ്സിനെ നീ സ്വീകരിക്കണേ അല്ലാ. റഹ്മാനെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളെ ഞങ്ങളാക്കി മാറ്റിയ ഞങ്ങളുടെ ഉമ്മമാര് വാപ്പമാര് പലരും ഖബറിലാണ്. നീ സ്വർഗമാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവരെ, ഞങ്ങളുടെ ഭാര്യമാര് പലരും ഖബറിലാണ്. അവർക്ക് നീ ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഭർത്താക്കന്മാര് പലരും ഖബറിലാണ്. അവരുടെ ഖബർ നീ വിശാലമാക്കണേ അല്ലാ. ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ റഹ്മാനെ, ഞങ്ങളുടെ പരിസരത്തുള്ള മഹല്ലത്ത് പള്ളികളുടെ പരിസരത്ത് ആരെല്ലാം മറമാടപ്പെട്ടിട്ടുണ്ടോ എല്ലാ മുഅ്മിനീങ്ങൾക്കും നീ സ്വർഗം നൽകണേ അല്ലാ, സ്വർഗം നൽകണേ അല്ലാ, സ്വർഗം നൽകണേ അല്ലാ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളുമൊക്കെ മരിക്കാനുള്ളവരാണ്. ഞങ്ങൾക്ക് മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കി തരണേ അല്ലാ, ഈമാൻ തരണേ അല്ലാ, ഇഖ്ലാസ് തരണേ അല്ലാ, തഖ്വ തരണേ അല്ലാ. ജീവിതത്തിൽ റഹ്മാനെ നിന്നെ സൂക്ഷിച്ച് ജീവിക്കാൻ, നിന്റെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റി ജീവിക്കാൻ ഇനിയുള്ള കാലം ഞങ്ങൾക്ക് നീ തൗഫീക്ക് തരണേ അല്ലാ. റഹ്മാനെ, ഒരുപാട് മുഅ്മിനീങ്ങൾ ദുആ ചെയ്യാൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് നിനക്കറിയാം റഹ്മാനെ. എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ, സങ്കടങ്ങൾ നീ ദൂരീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ദുഃഖങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാ. റഹ്മാനെ, മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ വസിയത്ത് പറഞ്ഞവരുണ്ട്. അവർക്കെല്ലാവർക്കും നീ ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, ഭർത്താക്കന്മാർ, ഞങ്ങൾക്കെല്ലാവർക്കും നീ ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളൊക്കെ യാത്ര ചെയ്യുന്നവരാണ്. അപകട മരണങ്ങളെ തൊട്ട് കാക്ക
കാക്കണേ അല്ലാ, ആക്സിഡന്റുകളെ തൊട്ട് കാക്കണേ അല്ലാ. റഹ്മാനെ പടച്ചവനെ, മരണത്തിന് ശേഷം ഞങ്ങളുടെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, മണിക്കൂറുകളോളം ആരും പൊക്കിയെടുക്കാനില്ലാതെ റോഡിൽ അപകടപ്പെട്ട് കിടക്കുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലാ. റഹ്മാനെ പടച്ചവനെ, മരിക്കുന്ന സമയം ഈമാൻ സലാമത്താക്കി തരണേ അല്ലാ. അതിന് ഈ സദസ്സ് നീ കാരണമാക്കണേ അല്ലാ. റഹ്മാനെ, ഉപ്പമാരുടെ മനസ്സിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട്, നീ കാണുന്നവനാണ്. എല്ലാ സങ്കടങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ഉമ്മമാര് ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. റഹ്മാനെ, ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്ത് പറഞ്ഞോ എല്ലാം നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാ. ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ. വിഷമ സങ്കടങ്ങൾ മാറ്റി തരണേ അല്ലാ. ഉസ്താദേ, 20 വർഷമായി എൻ്റെ മകൻ രോഗത്തിലാണ്, 10 വർഷമായി എൻ്റെ മകൾ രോഗത്തിലാണ്, ഇങ്ങനെ മക്കൾ രോഗത്തിലാണെന്ന് പറഞ്ഞ് ദുആ വസിയത്ത് നടത്തിയ ഒരുപാട് കുടുംബങ്ങളുണ്ട്. എല്ലാ മക്കളുടെയും രോഗങ്ങളെ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. ജനിച്ച് 4 മാസമായിട്ടുള്ളൂ, മലദ്വാരത്തിൽ ക്യാൻസറാണ് ഉസ്താദേ, എൻ്റെ മകൻ RCCയിലാണ്. റഹ്മാനെ, നീ ആ കുട്ടിക്ക് ശിഫ കൊടുക്കണേ അല്ലാ. ദുആരക്കാൻ പറഞ്ഞ ഒരുപാട് പേര് അവരുടെ കുടുംബം ക്യാൻസർ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്, നീ ശിഫ കൊടുക്കണേ അല്ലാ. ഈ ഇരിക്കുന്ന ആർക്കും ഞങ്ങൾക്ക് നീ ആർക്കും ക്യാൻസർ തരല്ലേ അല്ലാ, ബ്രെയിൻ ട്യൂമർ തരല്ലേ അല്ലാ, കിഡ്നിക്ക് പ്രോബ്ലം തരല്ലേ അല്ലാ, കരൾ നീ കേടാക്കി കളയല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളിൽ പല ആളുകളും ഒരുപാട് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ്. ശാരീരികമായി, മാനസികമായി, രഹസ്യമായ ഒരുപാട് രോഗങ്ങളുണ്ട്. എല്ലാം നീ അറിയുന്നവനാണ്. ഷാഫിയായ അല്ലാ, കാഫിയായ അല്ലാ, അയ്യൂബ് നബിയുടെ രോഗം നീ നിമിഷ നേരം കൊണ്ട് നീ ശിഫയാക്കി കൊടുത്തല്ലോ റബ്ബേ. ഞങ്ങളുടെ രോഗങ്ങളും നീ ശിഫയാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന രോഗങ്ങൾ തന്ന് റഹ്മാനെ ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഉള്ള പൈസ മുഴുവനും വിറ്റുപിറക്കിയാലും ഞങ്ങളുടെ രോഗം മാറാത്തൊരവസ്ഥ നീ വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഉള്ള കാലത്തോളം ഹോസ്പിറ്റലുകൾ കയറി ഇറങ്ങിയിട്ട് ചികിത്സ നടത്തുന്നൊരവസ്ഥ നീ വരുത്തല്ലേ അല്ലാ. ഈ ഉമ്മമാരൊക്കെ സ്വാലിഹീങ്ങളാണ്. നിന്റെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലിയവരാ. റബ്ബേ റബ്ബേ, നീ കൊടുത്ത നാവ് കൊണ്ട് നിന്റെ മുത്ത് ഹബീബ് മുഹമ്മദ് മുസ്തഫ, ഞങ്ങളുടെ കരളിന്റെ കരളായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ, നഹുവ തുജ്സ ഹസീം തെരീ കസം തെരേ ബാദ്, ഹുസ്നിനെ പായാ നഹായേ കഹശം തെരേ ബാദ്. റബ്ബേ, ഞങ്ങൾ കണ്ണുകൊണ്ട മുത്തുനബിയെ കണ്ടിട്ടില്ല, കാണാനുള്ള സൗഭാഗ്യം തരണേ അല്ലാ. ആ മുത്ത് റസൂലിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഖൈർ തരണേ അല്ലാ. ആരൊക്കെ ദുആ വസിയത്ത് പറഞ്ഞോ എല്ലാവരുടെയും ദുആ വസിയത്ത് നീ ഖബൂൽ ചെയ്യണേ അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള മക്കളിൽ നീ സ്വലാഹിയത്ത് നിറച്ചു തരണേ അല്ലാ. വീടില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ വീട് കൊടുക്കണേ അല്ലാ. ഉസ്താദേ, വാടക വീട്ടിലാണ് വർഷങ്ങളായി കഴിയുന്നു, സ്വന്തമായി വീടില്ല. അല്ലാഹുവേ, ആ സ്വന്തമായി വീടില്ലാത്തവർക്ക് ഖൈറായ ഭവനം കൊടുക്കണേ അല്ലാ. വീടുപണി നടക്കുന്നവരുണ്ട്, എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരികൾ, അവർക്ക് ഖൈറായ ഇണകളെ നീ അടുപ്പിച്ചു കൊടുക്കണേ അല്ലാ. ഉസ്താദേ, ബാങ്കിൽ പലിശ വന്നിട്ട് ഇങ്ങനെ അടക്കാൻ നിവൃത്തിയില്ലാതെ എന്ത് ചെയ്യണമെന്നറിയാതെ ആത്മഹത്യയാണ് ഉസ്താദേ ഇനി ഞങ്ങളുടെ മുന്നിലുള്ളത്. ഉസ്താദ് ഒന്ന് ദുആരക്കണേ എന്ന് പറഞ്ഞ എത്രയോ സഹോദരന്മാരുണ്ട്. റബ്ബേ, ഞങ്ങളുടെ കടങ്ങൾ നീ മാറ്റി തരണേ അല്ലാ. കടങ്ങൾ നീ മാറ്റി തരണേ അല്ലാ. കടക്കാരായി മരിപ്പിക്കല്ലേ അല്ലാ. നിന്റെ മുത്ത് റസൂൽ കടക്കാർക്ക് വേണ്ടി നിസ്കരിക്കൂല എന്ന് പറഞ്ഞ അവസ്ഥ റബ്ബേ, ഞങ്ങളെ നീ കടക്കാരായി മരിപ്പിക്കല്ലേ അല്ലാ. കടങ്ങൾ വീട്ടാനുള്ള എളുപ്പമാർഗം ഞങ്ങൾക്ക് നീ അടുപ്പിച്ചു തരണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവരെ, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, സ്വാലിഹാത്തുകളാക്കണേ അല്ലാ. കള്ളിന്റെ, കഞ്ചാവിന്റെ, പെണ്ണിന്റെ പുറകെ പോകുന്ന അവസ്ഥ നീ വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, കാലം മോശമാണ്, കാലഘട്ടം മോശമാണ്. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും എല്ലാ അസാൻമാർഗിക പ്രവർത്തനങ്ങൾ വരുന്നതിനെ തൊട്ടും കാക്കണേ റഹ്മാനെ. എല്ലാവരുടെയും മനസ്സിലെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാ. ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള സ്വലാത്ത് ഞങ്ങളുടെ കരളിന്റെ കരളായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ഈ പുണ്യമായ റബീഉൽ അവ്വൽ മാസത്തിന്റെ രാവിലാണ് ഞങ്ങളുള്ളത്. ആ മുത്ത് റസൂൽ ഞങ്ങളുടെ ആ സ്വലാത്ത് നേരിട്ട് കാണുമെന്ന് അല്ലാഹുവേ നീ പറഞ്ഞിട്ടുണ്ടല്ലോ.
പറഞ്ഞല്ലോ റബ്ബേ ആ മുത്തു റസൂലിന്റെ നോട്ടം ഞങ്ങൾക്ക് തരണേ അല്ലാ, അവിടുത്തെ ദുആ ഞങ്ങൾക്ക് തരണേ അല്ലാ. റബ്ബേ നീ ഖബൂൽ ചെയ്യണേ അല്ലാ. ഓരോ വീട്ടുകാരും ഓരോ ഉമ്മയും ഉപ്പയും എന്ത് ഹലാലായ മുറാദാണോ മനസ്സിൽ കരുതിയത് അത് നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ, ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. വേദനകൾ, വിഷമങ്ങൾ, സങ്കടങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ. ഗൾഫിൽ ജോലി ചെയ്യുന്ന പ്രവാസികളായ ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞു. അവരുടെയൊക്കെ ജോലികളിൽ നീ ഖൈറ് കൊടുക്കണേ അല്ലാ, ബറക്കത്ത് കൊടുക്കണേ അല്ലാ. റഹ്മാനെ ഞങ്ങളുടെ കുടുംബത്തിൽ നീ സ്വസ്ഥത തരണേ അല്ലാ, സമാധാനം തരണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളൊക്കെ വയസ്സാകുമ്പോ ഞങ്ങളെ പൊന്നുപോലെ നോക്കുന്ന നല്ല മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ മാറ്റണേ അല്ലാ. ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന ഉമ്മ വാപ്പ അവർക്കെല്ലാവർക്കും നീ ഖൈറ് കൊടുക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്തു തരുന്ന ഞങ്ങളുടെ ഭാര്യമാർ അവരുടെ തടിക്ക് നീ ആരോഗ്യം കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ ജോലികളിൽ നീ കച്ചവടത്തിൽ ബറക്കത്ത് തരണേ അല്ലാ. റഹ്മാനെ ഇരിക്കുന്ന സഹോദരന്മാർ ഇവരിൽ പലരും പല ജോലി ചെയ്യുന്നവരാണ്, ബിസിനസ് ചെയ്യുന്നവരാണ്. റഹ്മാനെ എല്ലാവരുടെയും കച്ചവടത്തിലും ബിസിനസ്സിലും തൊഴിലിലും നീ എല്ലാവിധ അഭിവൃദ്ധിയും ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിന്റെ ബറക്കത്ത് നീ കൊടുക്കണേ അല്ലാ. റഹ്മാനെ താമസിയാതെ ഞങ്ങൾക്ക് ഹജ്ജ് ചെയ്യാൻ ഉംറ ചെയ്യാൻ നീ തൗഫീക്ക് തരണേ അല്ലാ. മുത്ത് റസൂലിന്റെ ചാരച്ചെന്ന സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് കൽബ് പൊട്ടിപ്പറഞ്ഞ് റഹ്മാനെ ആ മുത്ത് റസൂലിനെ സ്വപ്നം കാണുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഇതൊന്നും ചോദിക്കാൻ ഞങ്ങൾക്ക് അർഹതയില്ല, എന്നാലും ഞങ്ങൾ ചോദിക്കുകയാണ്. ഇത് ഞങ്ങളുടെ തൗബയാണ് അല്ലാ. ഞങ്ങളുടെ തൗബ നീ ഖബൂൽ ചെയ്യണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ മനസ്സറിയുന്ന നാഥ, ഞങ്ങളുടെ മനസ്സിലെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും സഫലീകരിച്ച് തരണേ അല്ലാ. റഹ്മാനെ പടച്ചവനെ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി കെലിമ പറഞ്ഞ് മരിക്കാനുള്ള തൗഫീക്ക് തരണേ അല്ലാ. ലോക മുസൽമാന് നീ ഇസ്സത്ത് നൽകണേ അല്ലാ, അഭിമാനം നൽകണേ അല്ലാ. ഞങ്ങളുടെ ഗസയിലെ, ഫലസ്തീനിലെ, അതുപോലെ തന്നെ അസമിലെ ഒരുപാട് സ്ഥലത്ത് മുഅ്മിനീങ്ങൾ പ്രയാസത്തിലാണ്. വയനാട് ഉൾപ്പെടെ എല്ലാ സ്ഥലത്തുള്ള മുഅ്മിനീങ്ങൾക്കും നീ ഖൈർ കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ശത്രുക്കൾക്ക് നീ ഹിദായത്ത് കൊടുക്കണേ അല്ലാ. ഹിദായത്ത് ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ നിന്റെ ഖലാ അവരിൽ നീ നടപ്പാക്കണേ അല്ലാ. റഹ്മാനെ ഞങ്ങൾക്ക് മരിക്കുന്നതിന് മുമ്പ് റബ്ബേ ഇനിയും ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലാനും അതുവഴി മുത്ത് ഹബീബിനെ സ്വപ്നം കാണാനും ഞങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്. തൗഫീക്ക് തരണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. അൽഹംദുലില്ലാ, നമ്മുടെ സ്വലാത്തിന്റെ അദ്കാറിന്റെ മജ്ലിസ് ആയിരുന്നു. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നാളെയും നമ്മുടെ മജ്ലിസ് ഉണ്ടാകും, എല്ലാവരും പങ്കെടുക്കുക. അള്ളാഹു തആല മുത്തുനബിയോടുള്ള ഇഷ്ടം നമുക്ക് അധികരിപ്പിച്ച് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും പരസ്പരം ദുആയിൽ ഉൾപ്പെടുത്തുക. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.